ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? ഡെയിലി വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചതുപോലെ എങ്ങും എത്തിയില്ല. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ ഈ വ്ളോഗിൽ വഴിയെ പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലുള്ള ഒരുപാട് വ്ളോഗ്സും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ എൻ്റെ ചാനലൊന്ന് കയറി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ റമദാൻ 9 എടുത്ത കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇഫ്താറിൻ്റെ പ്രിപ്പറേഷൻസ് കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ ലൈക്കും കൂടെ ചെയ്തേക്കാം. കാലത്ത് എണീറ്റാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ മോളെ സ്കൂളിലേക്ക് അയച്ച ശേഷമാണ് സ്ഥിരമായിട്ട് ചെയ്യുന്ന റുട്ടീൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ പത്തിരിയാണ് നോമ്പ് തുറക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പത്തിരിയൊക്കെ അങ്ങോട്ട് കുഴച്ച് പരത്തി വെക്കാമെന്ന് കരുതി. 1 ഗ്ലാസ് പൊടി എടുക്കുന്നുള്ളൂ. 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ തിളപ്പിച്ച് വാട്ടിയെടുക്കാറ്. പൊടി വാട്ടാനായിട്ട് വെള്ളം തിളപ്പിക്കുന്നതിൽ കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പൊടിയും ചേർത്ത് വാട്ടിയെടുക്കും. നന്നായി വാട്ടി വരുമ്പോൾ കുറച്ച് നേരം ചൂട് മാറാനായിട്ട് അടച്ച് വെക്കും. അതിനുശേഷമാണ് നന്നായി കുഴച്ചെടുക്കലും ബോൾസ് ആക്കലും പരത്തലും ഒക്കെ. തിളയ്ക്കുന്ന വെള്ളത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ പത്തിരി നല്ല മണം ഉണ്ടാവും, നല്ല സോഫ്റ്റും ആയിരിക്കും. പിന്നെ ബോൾസ് ആക്കി വെച്ചാൽ പിന്നെ തുറന്ന് വെക്കരുത്, അത് ഡ്രൈ ആയി പോവും. പൊടി വാട്ടിയ പാത്രത്തിൽ തന്നെ ബോൾസ് എല്ലാം ആക്കി വെച്ച് പരത്തുന്നതിനനുസരിച്ച് ഓരോ ബോൾസ് ആക്കി എടുത്താൽ മതി. ഇങ്ങനെയാണെങ്കിൽ പരത്തിയെടുക്കാനും ഈസി ആയിരിക്കും. ഒരുപാട് ഡ്രൈ ആയി പോയാൽ പരത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഞാനൊരു വെജ് റോൾ കൂടി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇളം ചൂടുവെള്ളത്തിൽ അലിയിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ചപ്പാത്തി ഡോ പരുവത്തിലാക്കി ഫെർമെൻ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം 2 മണിക്കൂറൊക്കെ മതി. ഇത് ഞാൻ ഉച്ചയ്ക്ക് മുമ്പായിട്ടാണ് ഒക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ടൈമിലാവുമ്പോഴേക്ക് ഇത് സെറ്റായി കിട്ടും. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കുക്കുംബർ ഇങ്ങനെ ഇരിക്കുന്നു. നോമ്പായതുകൊണ്ട് ഇത് കഴിക്കാനും പറ്റുന്നില്ല. ഞാൻ കരുതി ഇത് ഉപ്പിലിട്ട് വെക്കാമെന്ന്. അതാവുമ്പോൾ അത്താഴത്തിന് എടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ ഇത് തീരും. അതിനുവേണ്ടി ഇത് കഴുകി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കൂടെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഉപ്പിലിട്ടത് എന്നും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും. കറിയൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് മതി. അത്രയും ഇഷ്ടമാണ് ഈ ഉപ്പിലിട്ട ഐറ്റംസിനോട്. പോരാത്തതിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിരിക്കും താല്പര്യം കൂടുതൽ. അങ്ങനെയുള്ള കുറച്ച് മധുരമുള്ള ഓർമ്മകളാണ് ഈ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരാറ്. അങ്ങനെയെല്ലാം ബോട്ടിലാക്കി ഉപ്പും വെള്ളവും പച്ചമുളകും സുർക്കിയും ചേർത്ത് ഒന്ന് കുലുക്കി എടുത്ത് വെക്കുക. ഇനി ഇതിൽ ഉപ്പും എരിവൊക്കെ പിടിക്കട്ടെ, എന്നിട്ട് എടുക്കുക. നെക്സ്റ്റ് വെജ് റോളിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏത് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ഇതെല്ലാം കുഞ്ഞതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചോപ്പർ ഉണ്ടെങ്കിൽ അത്രയും ഈസി ആവും കാര്യങ്ങൾ. ഞാൻ കുറച്ചേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഒരു റോള് ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് ഫില്ലാവും. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് കേട്ടോ. അധികം ടൈമൊന്നും വേണ്ട, അധികം മസാലകളും ഇട്ട് ബോറാക്കണ്ട. സിമ്പിൾ മസാലയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു റോളിന് പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. പിന്നെ മസാലകളൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആവാം. ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നേരെ കറിക്ക് വേണ്ട വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം മാക്സിമം ഇപ്പോൾ തന്നെ ചെയ്ത് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുക്ക് ചെയ്യാനാവുന്ന ടൈമിൽ പണികൾ മൊത്തത്തിൽ കുറഞ്ഞു കിട്ടും. ഈസിയായി മാനേജ് ചെയ്യാനായിട്ട് പറ്റും. കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വെജ് റോളിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ആ ഒരു മസാല റെഡിയാക്കി വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ടൈം ആകുമ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ വേഗം ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുമല്ലോ. അതൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് ജ്യൂസിനുള്ള പൈനാപ്പിൾ കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. ഇതിൽ വേസ്റ്റേജ് ആണ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ മുള്ളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൽ ഒരു സൈഡ് കേടാവാറായി വരുന്നുണ്ടായിരുന്നു. ചൂടായതുകൊണ്ടാവാം. കേടായതൊക്കെ കട്ട് ചെയ്ത് മാറ്റി കഴുകി ക്യൂബ്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. വേസ്റ്റും എടുത്ത് കളഞ്ഞു. ഇനി മിക്സിയിൽ ആക്കി വെക്കുന്നുണ്ട്. ഇത് സമയമാകുമ്പോൾ എടുത്ത് ജ്യൂസാക്കി അടിക്കാം. അതൊക്കെ ഒന്ന് റെഡിയാക്കുമ്പോഴേക്കും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. സവാള ഒന്ന് വഴണ്ട് വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിയില കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ പൊടികളായിട്ട് നമുക്ക് വേണ്ട പൊടികൾ കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് വന്നാൽ കുക്ക് ചെയ്ത വെജിറ്റബിൾസും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ സംഭവം ഇവിടെ സെറ്റായി. പിന്നെ ഞാൻ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് കിച്ചണിലേക്ക്
കയറിയത്. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചത് കൊണ്ട് തന്നെ വിചാരിച്ചതിലും നേരത്തെ തന്നെ കിച്ചണിൽ നിന്ന് മാറാനായിട്ട് പറ്റി. ആദ്യം ജ്യൂസാണ് റെഡിയാക്കി വെക്കാമെന്ന് കരുതി. അതൊക്കെ അരിച്ചെടുത്ത് ജാറിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. കുറച്ച് ഫ്രൂട്ട്സും കഴുകി ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്ത് വെച്ചാൽ ആ ഒരു സമയമാകുമ്പോൾ ഈസി ആയിരിക്കും കാര്യങ്ങൾ. പിന്നെ ഞാനിപ്പോൾ തേങ്ങ ഇതുപോലെ ചിരവിയിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാറാണ്. അത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. കറിക്കൊക്കെ പെട്ടെന്ന് തേങ്ങ ചിരവിയതെടുത്ത് ഉപയോഗിക്കാമല്ലോ, അതുകൊണ്ട് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. കറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വെജ് റോളിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. കുഴച്ച് വെച്ച മാവൊക്കെ നന്നായി ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എയർ ഒന്ന് കളഞ്ഞ് മീഡിയം സൈസ് ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ കുഴച്ചെടുത്ത് മാറ്റി വെക്കാം. പിന്നെ പല കാര്യങ്ങളും ഞാൻ മുൻകൂട്ടി ചെയ്ത് വെച്ചത് കൊണ്ട് വലിയൊരു ആശ്വാസമായിട്ട് തോന്നി. നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം എന്തിനെങ്കിലും വേണ്ടി ഉപയോഗിച്ചാൽ നമുക്ക് തന്നെ നമ്മളെ സഹായിക്കുന്നത് പോലെയായിരിക്കും തോന്നുക. ഈ പ്രിപ്പറേഷൻസൊക്കെ ശരിക്കും നല്ലൊരു സമയ ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് റിലാക്സ് ആയിട്ട് മറ്റുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള സമയം ഉണ്ടാവും. ഈ ഒരു മാസം നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾക്കും വേണ്ടി സമയം മാറ്റി വയ്ക്കാനും ഈ ഒരു പ്രിപ്പറേഷൻ നല്ലൊരു വഴിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാവണമെന്നില്ല ഈ ഒരു കാര്യം, പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഇത് തുടരാനേ നോക്കൂ. അപ്പോൾ വൈകിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ കാലത്ത് തന്നെ ചെയ്ത് വെച്ചാൽ വലിയൊരു സമാധാനമായിരിക്കും ഉണ്ടാവുക. പിന്നെ വെജ് റോളിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എല്ലാം റോളാക്കി വെക്കുന്നുണ്ട്. അധികം പ്രസ് ചെയ്യാതെ വേണം ബോൾസൊക്കെ പരത്തിയെടുക്കാൻ. ഇതിൽ കാണുന്നത് പോലെ തന്നെ എല്ലാം ചെയ്താൽ മതി, എളുപ്പമാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇതിൽ നേരത്തെ മാറ്റി വെച്ച ഫില്ലിങ്സ് കൂടി ചേർത്ത് രണ്ട് സൈഡും ഒന്ന് മടക്കി റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഫില്ലിങ്സ് പുറത്ത് പോകാതിരിക്കാനാണ് രണ്ട് സൈഡും ഒന്ന് മടക്കുന്നത്. ഇനി ഇതിൻ്റെ അറ്റത്ത് കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുത്ത് നേരെ ഒട്ടിച്ചു കൊടുക്കുക. അത് പിന്നെ പൊട്ടി വരില്ല കേട്ടോ. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റോൾ ചെയ്തെടുക്കുക. ഈ ഒരു റോള് എഗ് ബാറ്ററിൽ മുക്കണമെന്നോ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യണമെന്നോ ഒന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടി ചെയ്യാം. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, നേരിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ തന്നെ ഫ്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിതിപ്പോൾ ചെയ്യുന്നില്ല, സമയമാകുമ്പോഴേ ചെയ്യുന്നുള്ളൂ. എല്ലാം ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ തുറന്ന് വെക്കരുത്, ഇത് ഡ്രൈ ആയി പോകും. അപ്പോൾ എന്തെങ്കിലും കൊണ്ട് അടച്ച് വെക്കാനായിട്ട് നോക്കുക. പിന്നെ നേരെ പത്തിരി കൂടി ഒന്ന് ചുട്ടെടുക്കാമെന്ന് കരുതി അതിനിടയിൽ കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൽ തേങ്ങ അരപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മൂടി വെക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് താളിക്കാം. അപ്പോഴേക്കും പത്തിരികളൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുത്ത് കാസറോളിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇപ്പോൾ അത്യാവശ്യം നല്ല നല്ല കമൻസൊക്കെ കാണുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള കമൻസൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മസ്റ്റായിട്ട് തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. ഒരുപാട് സന്തോഷമുണ്ട് അതുപോലുള്ള കമൻസൊക്കെ വായിക്കുമ്പോൾ. അതിനപ്പം തന്നെ റിപ്ലൈയും തരുന്നുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങളുടെ കമൻസ് എന്തായാലും നിങ്ങൾ അറിയിക്കാനും വിട്ടുപോകരുത്. പിന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ദിവസങ്ങളിൽ അത് കുറച്ച് നേരത്തെ കുഴച്ച് പരത്തി വെച്ചാൽ കഴിക്കുന്ന സമയത്ത് ചൂടോടെ ചുട്ടാലും മതി. അപ്പോൾ പണി കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നും. നോമ്പിനൊക്കെ ഇതുപോലെ പത്തിരി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്കത് നല്ല യൂസ്ഫുള്ളായിരിക്കും. ഒരു ടിന്നിലാക്കി അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല, കേടൊന്നും വരില്ല. ആവശ്യത്തിനെടുത്ത് യൂസ് ചെയ്യുക. ബാക്കിയുള്ളത് അതുപോലെ തന്നെ തിരിച്ച് വെച്ചാൽ മതി. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഇന്നത്തേക്ക് മാത്രമേ ഉള്ളതേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അധികം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാറാണ് പതിവ്. അപ്പോൾ പിറ്റേ ദിവസത്തേക്കാണെങ്കിലും ഉണ്ടാക്കാനുണ്ടാവും. അപ്പോൾ നോമ്പിന് പത്തിരി ഒഴിച്ചു കൂടാൻ പറ്റാത്ത വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പിന് നല്ല യൂസ്ഫുള്ളായിരിക്കും കാര്യങ്ങൾ. അങ്ങനെ പത്തിരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. കാസറോളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. കൈയോടെ തന്നെ കറിയും താളിച്ചെടുത്തു. ഇനി ചിക്കൻ റോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോന്നായിട്ട് ശ്രദ്ധിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ കയ്യിൽ തെറിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മുമ്പത്തെ വ്ളോഗിൽ ഡെയിലി വീഡിയോ ഇടാമെന്ന് പറഞ്ഞതല്ലേ ഞാൻ. പക്ഷേ കാര്യങ്ങളൊന്നും ഞാൻ വിചാരിച്ചതുപോലെ നടന്നില്ല കേട്ടോ. നമ്മൾ മദേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിസ്സാരമല്ലല്ലോ. പിന്നെ നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ടും ഒന്നിനും സമയം മതി വരാത്തതുപോലെ എനിക്ക് തോന്നി. അതിൻ്റെ ഇടയ്ക്ക് ഈ ലോങ് വീഡിയോ കൂടി ചെയ്യാൻ നിൽക്കുമ്പോൾ ഒന്നിനും ഒട്ടും സമയമില്ലാത്തതുപോലെ ഭയങ്കര സ്ട്രെസ്സായതുപോലെയൊക്കെ തോന്നി. അതുകൊണ്ടാണ് അവിടെ
നിർത്തിയത്. ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചും ചെയ്ത് മെൻ്റലി ഫിസിക്കലി ഡൗൺ ആവുന്നതിലും നല്ലത് ഓരോ കാര്യങ്ങളും കുറേശ്ശെ ചെയ്ത് സ്മൂത്തായി തന്നെ ഓരോന്നും ചെയ്യുന്നതാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചത്. 2-3 വീഡിയോ ഇട്ടതിന് ശേഷം അവിടെ തന്നെ നിർത്തിയത്. എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നില്ല. മേ ബി ബിഗിനർ ആയതുകൊണ്ടാവാം, എന്താണെന്നറിയില്ല. എന്തായാലും ഡെയിലി ലോങ് വീഡിയോ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ലോങ് വീഡിയോ ചെയ്യാം. പിന്നെ ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ തീരുമാനിച്ച് ആഴ്ചയിൽ ആ ദിവസങ്ങളിൽ ലോങ് വീഡിയോ ചെയ്യാമെന്നുള്ള ആലോചനയുണ്ട് എനിക്ക്. എൻ്റെ മൈൻഡ് ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ ഏതൊക്കെ ദിവസങ്ങളിലാണ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് പറയാം കേട്ടോ. അങ്ങനെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടേബിൾ സെറ്റ് ചെയ്താൽ പിന്നെ ബാങ്ക് കൊടുക്കാനുള്ള കാത്തിരിപ്പാണല്ലോ അല്ലേ. വീഡിയോ എന്താ ഇതുപോലെ ചരിഞ്ഞിരിക്കുന്നതെന്ന് കരുതിയാൽ ഞാൻ സാധാരണ ഷോർട്സിൻ്റെ റേഷ്യോയിലാണ് എടുത്തത്. അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ചരിഞ്ഞു പോയത്. പിന്നെ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പ് തുറന്നു. അൽഹംദുലില്ലാ, ഇന്നത്തെ നോമ്പും റാഹത്തായി. എത്ര പെട്ടെന്ന് നോമ്പൊക്കെ പോകുന്നത് അല്ലേ, ദിവസങ്ങൾ പോകുന്നത് തന്നെ അറിയുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.